സോ വെൽക്കം ഗായ്സ്, നമ്മുടെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലക്സ് ആണ്. ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഈ ഗെയിം ആദ്യമായിട്ട് കളിക്കുന്നത് റോബ്ലക്സ് അല്ല, ഈ പ്രിസൺ എസ്കേപ്പ്. അതിൻ്റെതായ പോരായ്മകളും വരും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവഴി കയറി പോകണോ? യെസ് ഇങ്ങനെ തന്നെ. ഓ ശരി, അവൻ്റെ തലയിൽ എന്തോ കിരീടം. നമുക്ക് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് തേർഡ് പേഴ്സൺ ക്യാമറയാണ്. പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗായ്സ്. അത് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് വരും. നമുക്കെന്നാൽ ഇത് വെച്ച് കളിക്കാം ഗായ്സ്. ഇങ്ങനെ കളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും സാരമില്ല, നമുക്ക് കളിക്കാം. ഒരു വിധത്തിലാണ് ഗൈസ് ഞാനിങ്ങനെയൊക്കെ പോകുന്നത്. ഓക്കേ, ഇനി നമുക്ക് ഇതുവഴി കയറി പോകണം. എന്താ പൊട്ടാതെ? പൊട്ടി. ഇതുവഴി പോകണമെന്നാണ് തോന്നുന്നു. ഇതുവഴി ചാടിപ്പോണം. ഓ ഗൈസ്, ആദ്യത്തെ നമ്മുടെ ഡെഡ്. ഓ സെക്കൻഡ് കയറാൻ നമുക്ക് ചാടി. ഓ ഷേ, ഇതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ ഒരു പ്രോകൾക്ക് സംഭവിക്കുന്നതാണ്. ഇതൊക്കെ ആരും മൈൻഡ് ചെയ്യണ്ട. ഇനി നോക്കിക്കോ ഗൈസ്, ഞാനിത് കയറിയിരിക്കും. കയറിയില്ലെങ്കിൽ എൻ്റെ പേര് ആർക്കെങ്കിലും കിട്ടോ? ഓ ഗൈസ്, നമ്മൾ കയറി. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. ഞാൻ ഇച്ചിരി വൈകിയാ നിന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവനിപ്പം നെറ്റില്ല. നെറ്റിൻ്റെ ഇഷ്യൂ കാരണം അവൻ വന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മൾട്ടിപ്ലെയർ കളിക്കാമായിരുന്നു. അതുകൊണ്ട് നമ്മളിച്ചിരി താമസിച്ചാൽ തുടങ്ങിയതൊന്നും അന്നത്തെ വിഷയം. ഇപ്പം നമ്മളിത് കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുക. ഇതുവരെ നമ്മൾ കയറിയിട്ടില്ല. ഈ പ്രാവശ്യമെങ്കിലും കയറിയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് കാണുന്ന കൂട്ടല്ല, നല്ല ടഫുണ്ട് ചെയ്യാൻ. ഓ ഗൈസ്, ഫൈനലി നമ്മൾ എത്തി ഗൈസ്. എന്ത് ചെയ്യണം? ആരടിക്കാനിത്? എനിക്ക് തോന്നുന്നത് ഗൈസ് നമ്മൾ മറ്റേ ഇത് പൊട്ടിക്കണമെന്ന്. യെസ്, അത് തന്നെയായിരുന്നു ഗൈസ്. നമ്മളിതെവിടെ ചെന്നേ? അത് പോലീസുകാരനല്ലേ? ഏയ്, പുള്ളി തന്നെ നമ്മുടെ പുറകിന് വരുന്നു. ഇതുപോലെ ഓടിയേക്കാം. പുള്ളി പിടിച്ച്. എനിക്ക് തോന്നുന്നു ഗായ്സ്, ഒരാളതിൻ്റെ മണ്ടക്കൂടെ പോകുന്നുണ്ട്. അവിടെ കൂടെ കയറി പോകണമെന്ന് ഈ പോലീസുകാരൻ പിടിക്കാതെ. ഓ ഗായ്സ്, നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. പുള്ളിക്ക് കീഴിൽ കൂടെ കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗായ്സ്. പുള്ളിക്ക് ഒന്നാതെ ഇച്ചിരി കുടവയറൊക്കെ ഉള്ളതാണ്. പുള്ളി ഇടയ്ക്ക് നാട്ടിക്കുന്നുണ്ടേ കേട്ടോ ഗായ്സ്. ഗായ്സ്, നമ്മൾ ഫൈനലി എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ചാടണം അങ്ങോട്ട്. ഓ ഗായ്സ്, പുള്ളി ഓടുന്ന കൂട്ടത്തിൽ നാട്ടിക്കുന്നുമുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഗായ്സ്, പുള്ളിയെ നമുക്ക് വെട്ടിക്കാം എങ്ങനെയെങ്കിലും. പുറകിന് തന്നെയുണ്ട്. വേറൊരു പ്ലെയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ആ പ്ലെയറിൻ്റെ പുറകിന് വല്ലതും പോവായിരിക്കും. ഓക്കെ. ഓ, ഇതിച്ചിരി ടഫാ ഗൈസ്, കാണുന്ന കൂട്ടല്ല. ഒറ്റ കമ്മി കൂടെ പോവാനും പാടാ. ഇവരിത്രയും ടഫുള്ളൊക്കെ എന്തോത്തിനിട്ടാണ്. ഓ ഗൈസ്, താഴെ വീഴുന്നൊക്കെ സ്വഭാവമാണ്. എല്ലാ ന്യൂബുകളും ഇങ്ങനെയൊക്കെ താഴെ വീണല്ലേ പ്രോയാകുന്നേ. നമ്മളും അതുപോലെ ഒരു ന്യൂബാ. നമ്മൾ ഭാവിയിൽ പ്രോയാകും എന്നേ എനിക്കിപ്പം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ പ്ലെയറിൻ്റെ പുറകെ ഇനി പുള്ളി എന്താ പോവാത്തേ? ഓ
ഫൈനലി നമ്മൾ എത്തി ഗായ്സ്. ഇതിനി എങ്ങനെ തുറക്കുന്ന സംഭവം ഗായ്സ്? തുറക്കണം ഗായ്സ് എങ്ങനെങ്കിലും. എങ്ങനെയായിരിക്കും ഇത് തുറക്കുന്നേ? മുമ്പ് നമ്മുടെ ഈ ഒരു സൈസ് സ്പാനർ കൂട്ട് ഒരു സാധനം കിട്ടിയായിരുന്നു തുറന്നേ. പക്ഷെ നമ്മൾ ഇവിടം വരെ എത്തിയതായിരുന്നു ഒരു വിധത്തിൽ. നമ്മുടെ ഗായ്സ് വീണ്ടും പുള്ളി പൊക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതുകൊണ്ട് അവിടെ കൂടെ ഒരു പ്ലെയർ പോകുന്നുണ്ട്. ആ പ്ലെയർ എങ്ങനെ പോകുന്നേ നോക്കാം. ഗൈസ് നമ്മൾ പെട്ടു. വീണ്ടും പുള്ളി വരും പറഞ്ഞു. ഈ പുള്ളിയുടെ എന്താ പറയുന്നത്, മറ്റേ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ടാസ്ക് പോലും ചെയ്യാൻ പറ്റില്ല. പുള്ളി നാറ്റിച്ചോണ്ടേ പോകത്തുള്ളൂ. കണ്ടോ പോകുന്നുണ്ട് നാറ്റിച്ചോണ്ട്. ആ സൗണ്ട് കാരണം ഒന്ന് കോൺസെൻട്രേറ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ് വീണ്ടും പെട്ടു. പുള്ളി ഓടം വരെ ഈ സെയിം സുഖം തന്നെ കാണിക്കുന്നത്. ഞാൻ ചുമ്മാ ഇരിക്കും വരെയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ കണ്ടോ ഞെക്കുന്നേ? എനിക്ക് തോന്നുന്നു ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാലേ അത് തുറക്കത്തുള്ളൂ കേട്ടോ ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും പോയി ആ സ്വിച്ച് ഞെക്കാം. ഗൈസ് നമ്മളിന്ന് ഞെക്കിയിട്ടേ പോകത്തുള്ളൂ. ഞെക്കി ഗൈസ്. ഇതിനി ലാസ്റ്റാണ് ഗൈസ്. ഈ പ്രാവശ്യം എനിക്ക് ഇനി കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഈ കളി നിർത്തും. ഉറപ്പാണ് ഗൈസ്, ഞാൻ പറഞ്ഞത്. ഗൈസ് കെയർഫുള്ളായിട്ട് പോകണം. നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും നമ്മൾ പരമാവധി നമ്മുടെ കഴിവ് പരിശ്രമിക്കാം. ഗൈസ് എനിക്ക് രോമാഞ്ചം വരുന്ന ഗൈസ്. നമ്മളങ്ങനെ കയറി ഗൈസ്. അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മൾ കയറിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് വീഴാതിരുന്നു. നമുക്കാ തുറന്ന് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ പുറകിനൊരു ന്യൂബും വരുന്നുണ്ട്. അത് തോന്നുന്നു അവൻ പ്രോയാണോ ന്യൂബാണോ ആർക്കറിയാം. ഗൈസ് നമ്മളെന്തിനാ ഇവിടെ പിടിച്ചിരിക്കുന്നേ? പക്ഷേ അവൻ പ്രോയാ ഗൈസ്. ഇപ്പം ഇപ്പോഴേ മനസ്സിലായി. നമ്മൾ ഇമ്മ പിടിച്ച് സ്പൈഡർമാൻ്റെ കൂടെ കയറിപ്പോകാൻ നോക്കുക. പിന്നെ ഇവിടെ കയറി പോവാ ബാത്റൂമിലൊക്കെ. ഗൈസ് ഇവിടെ കൂടെ എങ്ങനെ ഇറങ്ങുന്നേ? ഇതെടുക്കാനാണ് പറയുന്നത്. ഇവിടെ കൂടെ എങ്ങനെ ഇറങ്ങും ഗൈസ്? ഗൈസ് നമുക്കൊരു ഐഡിയ കിട്ടില്ല. ഇതും വെച്ച് ഇപ്പം എന്നാച്ചി? കിട്ടി ഇങ്ങനായിരുന്നു. പക്ഷെ നമ്മൾ അത്ര നേരം വെറുതെ താമസിച്ചു. ഇനി ഇവിടുന്ന് എങ്ങനെ പോകും? ഇതിന് ഒരു വലിയ ടാസ്ക്കാണ് ഗായ്സ്. ഇനിയും ഫുള്ള് ഡെത്തായിരിക്കും. ഗായ്സ് നമ്മൾ മുമ്പേ എവിടെ നിന്ന് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു പ്രോയായെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇപ്പോഴും ഒരു ന്യൂബാണ്. ഇതുവരെ ആയിട്ട് എനിക്ക് ഇതൊന്നും കടക്കാൻ പറ്റിയിട്ടില്ല. ഗായ്സ് നമ്മൾ കടന്നു ഗായ്സ്. ഇത്ര നേരത്തെ കഷ്ടപ്പാടിനിടയിൽ നമ്മളിത് കടന്നു. ഇനി ഈ പാലം കടന്നാൽ മതി. അതിനി കടക്കണമെങ്കിൽ വേണം ഒരു വർഷം വേണ്ടി വരും.
ഞാൻ കണ്ടപ്പോൾ ഇത്രയും പാടാന്ന് തോന്നിയില്ല ഗൈസ് റോബ്ലക്സ്. പക്ഷേ ഇത് ഭയങ്കര ടഫാണ്. നമ്മളങ്ങനെ ഒരു വിധത്തിൽ കയറിയിട്ടുണ്ട്. ഉച്ചത്ത് ഫുള്ള് ട്രാപ്പാ. ഓ ഗൈസ് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഇതേ വഴി കൂടെ പോയി. അയ്യോ ഒരുത്തൻ കയറി അവിടെ ഒളിച്ചിരിക്കുന്നു. നമുക്കും കയറി അങ്ങ് ഒളിച്ചിരിക്കുക. പിന്നെ എന്തോ കാണിക്കുക അവിടെ. ഓ ഗൈസ് ഇപ്പം തീർന്നു ഗൈസ്. പക്ഷെ ഞാൻ വിചാരിച്ച ചത്തില്ലെന്ന്. ചുമ്മാ ലെവൻ ഒളിച്ചിരിക്കുന്ന കൊച്ചു കള്ളൻ. ഓ വരുന്നു ഗൈസ്. കയറി അവിടെ കയറി ഒളിച്ചിരിക്കാം. ബോള് വരുന്നെന്ന് തോന്നുന്നു ഗൈസ്. ഓ ഗൈസ് ബോള് പോയി. ഓ ഇനി ഇവിടെ കൂടെ മണ്ടക്കോട്ട് കയറി പോകണോ? ഞാൻ മുമ്പ് വെറുതെ മറ്റവൻ പ്രോയാന്ന്. അവൻ ന്യൂബ് അവിടെ തന്നെ ഇരിക്കും. ഇവിടെ എന്തോ പോലീസാണ്. മോന്ത് എന്താണ് ഇരിക്കുന്നത്? എൻ്റെ തല ആരെങ്കിലും വേസ്റ്റ് പാത്രം എടുത്ത് അടിച്ചെന്ന് തോന്നുന്നു. അതെ വേസ്റ്റ് ബിന്നിൻ്റെ ഒക്കെ ഡസ്റ്റ്ബിൻ. ഓ ഗൈസ് ഇവിടെ എന്തോ നിൽക്കണമല്ലോ. ഇവൻ പിടിച്ച് പിന്നെ മോന്ത കണ്ടായിരിക്കുന്നത്. ഇവനും മറ്റവൻ്റെ സെയിം സ്വഭാവം തന്നെ. നാട്ടിൽ കൊണ്ടേ വരത്തുള്ളൂ. അപ്പം ഈ സെക്യൂരിറ്റിക്കല്ല ഇതാണെന്ന് തോന്നുന്നു പണി. ഓ ഗൈസ് നമ്മൾ ഞെക്കിയിട്ടുണ്ട്. ഇനി ഇതേ കൂടെ എങ്ങനെ കയറുന്നേ? ഓ വന്നു. നാട്ടിക്കാതെ പതിയെ നാട്ടിക്കടാ. എനിക്ക് നാട്ടിക്കാൻ എന്തോ തിന്നുന്നേ. ഓ ഗൈസ് അവൻ പിടിച്ച്. ഗൈസ് എനിക്കൊന്നും ഇതിൽ കൂടെ കയറാൻ പറ്റത്തില്ലെന്ന്. നമുക്ക് വേറെ ഈ അടച്ചിടാത്ത വല്ലം റൂമിലോട്ട് കയറി പോവാം. ഗൈസ് അവിടെ ഒരു അടച്ചിടാത്ത റൂമുണ്ടല്ലോ. യെസ് ഗൈസ് അവിടെ തന്നെ. ഓ ഗൈസ് ഇവിടെ കൂടെ ആയിരുന്നു ഗൈസ് കയറി പോണ്ടത്. ഇവനെ ഇനിയും ബട്ടൺ കറക്കണം. പോകാൻ പറ്റത്തില്ല. ഇവനൊന്നും വെട്ടിച്ചിട്ട് വേണം പോവാൻ. അതൊക്കെ സിമ്പിൾ. അതൊക്കെ ഞാൻ ഏറ്റു. അതൊക്കെ ഏത് ന്യൂബിനും പറ്റുന്ന കാര്യങ്ങൾ. വമോനസേ ഗൈസ് ഫൈനലി നമ്മൾ ചാടാൻ പോവുകയാണ്. റെഡി 1 2 റെഡി 1 2 3. അവനിങ്ങോട്ട് വരത്തില്ല. സ്റ്റാർട്ട്. ഓ ഗൈസ് അവനിങ്ങോട്ട് വരത്തില്ല. അവന് വണ്ണവേ ഉള്ളൂ. ഓടാനേ പറ്റത്തുള്ളൂ. നമ്മളെ കൂട്ട് ഇങ്ങനെ ചാടിയൊന്നും വരാൻ പറ്റത്തില്ല. ഗൈസ് ഇനി വീണ് മഴിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഗൈസ് നമ്മൾ മണ്ടക്ക് ഇനി ഇവിടെ വല്ലതും പോലീസ് ഉണ്ടോ? അതേ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ കൊണ്ടുപോകും. ഓ മണ്ടയ്ക്കോട്ട് കൊണ്ടുപോകും ഗൈസ്. ഓ ഗൈസ് എന്തോ കേഫ്റ്റീരിയ ഇതെവിടാ? ഇവിടെ കൂടെ പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കെന്നാൽ മറ്റേ സ്ഥലത്തൂടെ പോവാം. എന്തോ സെക്യൂരിറ്റി ഗൈസ് ഇവിടെ ഞെക്കാനാണ് പറയുന്നത്. ഓ ഗൈസ് സ്പീഡ് കൂടി. ഓ ഗൈസ് അന്യായ സ്പീഡ് ഇപ്പോൾ. ഗൈസ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നേ വരെ ഇത്രയും ഡെഡായിട്ടില്ല ഒരു ഗെയിമിലും. ഗൈസ് റോബ്ലക്സ് എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് ഇത് വളരെ പാടാണ്. സോ ഇതുവരെ എനിക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ കുറേ നേരം. ഗൈസ് നമ്മുടെ സ്പീഡ് പോയല്ലോ. ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുമോ?
ഗൈസ് പറ്റുന്നില്ല. ഗൈസ് നമുക്കിനി ആ സ്പീഡ് കിട്ടത്തില്ല. ഇനി സ്പീഡ് കിട്ടണമെങ്കിൽ ഗെയിം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ള സമയം നമുക്കില്ല ഗൈസ്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇവിടം വെച്ച് നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്നുകൂടെ റീസ്റ്റാർട്ടൊക്കെ ആയിട്ട് കളിച്ചിട്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയ്ക്ക് എല്ലാവരും കാത്തിരിക്കുക.